ഹലോ. നമ്മളെ ഡൽഹിയിലെ ഇലക്ഷൻ കഴിഞ്ഞു. ഇന്ന് 7 മണിയോടുകൂടി എക്സിറ്റ് പോളുകളും വന്നു തുടങ്ങി. 8-ാം തീയതി റിസൾട്ടാണ്. എക്സിറ്റ് പോളുകൾക്ക് കൂടുതലായി വിശ്വസിക്കണമെന്നൊന്നുമില്ല. കാരണം 8-ാം തീയതി ഒരു 3 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും എക്സിറ്റ് പോളുകൾ വന്നത് ഏകദേശം BJPക്ക് ഭരണം ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു എക്സിറ്റ് പോളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതായത് ഏകദേശം 10 എക്സിറ്റ് പോളുകൾ വന്നതിൽ 8ഉം BJPക്ക് ഭരണം ലഭിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് എക്സിറ്റ് പോളുകൾ വന്നിട്ടുള്ളത്. 2 എക്സിറ്റ് പോളുകൾ മാത്രമേ ആം ആദ്മി പാർട്ടിക്ക് തുണയായി വന്നിട്ടുള്ളൂ. എന്നിരുന്നാലും നല്ല കടുത്ത മത്സരമാണ് ഡൽഹിയിൽ നടന്നിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിക്കെതിരെ BJPയും കോൺഗ്രസും, കെജ്രിവാളിനെതിരെ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പറയാത്തതൊന്നും തന്നെയില്ല. കഴിഞ്ഞ 5 വർഷം അഴിമതിയിൽ മുങ്ങിയ ഒരു ഭരണം ആണെന്നാണ് ആം ആദ്മി പാർട്ടിയെ നരേന്ദ്രമോദിയും പറഞ്ഞിട്ടുള്ളത്, രാഹുൽ ഗാന്ധിയും പറഞ്ഞിട്ടുള്ളത്. അവിടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കോൺഗ്രസ്സിന് യാതൊരു സീറ്റും കിട്ടില്ല. ഒരു സീറ്റ് മാക്സിമം ഒരു സീറ്റ് കിട്ടിയാൽ ആയി എന്നുള്ളതല്ലാതെ വേറെ ഒന്നും പറയുന്നില്ല. BJPക്ക് 45 സീറ്റ് വരെയും, ആവറേജ് 45 സീറ്റ് വരെയും, ആം ആദ്മി പാർട്ടിക്ക് 26-30 സീറ്റ് വരെയുമാണ് 8 എക്സിറ്റ് പോളുകളുടെ ആവറേജ് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ 2 എക്സിറ്റ് പോളുകളിൽ ഏകദേശം ആം ആദ്മി പാർട്ടിക്ക് 50 സീറ്റ് വരെ പ്രവചിക്കുന്നുണ്ട്. അത് 2 എക്സിറ്റ് പോളുകളിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് കുറച്ച് മുന്നേറ്റം കൂടുതൽ പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് 8-ാം തീയതി ഏകദേശം ഒരു 10-10:30 കൂടിയിട്ട് തന്നെ റിസൾട്ട് അറിയാൻ സാധിക്കും. ഓക്കെ, ബൈ.